കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ആള് മാറിയെന്നല്ലാതെ ഈ രണ്ട് മുന്നണികളുടെയും നയപരമായ കാര്യങ്ങളിൽ, സാമ്പത്തികപരമായ കാര്യങ്ങളിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് തീർത്തും ദിശാബോധമില്ലാത്ത ഒരു ബഡ്ജറ്റ്. ആ ബഡ്ജറ്റ് കാണാൻ മനോഹരവും വായിക്കാൻ വളരെ സന്തോഷപ്രദവുമായ ഒരു ബഡ്ജറ്റാണ്. പക്ഷെ അദ്ദേഹം പ്രഖ്യാപിച്ച പദ്ധതികളിൽ എത്ര എണ്ണം നടപ്പാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ബഡ്ജറ്റ് നമ്മൾ കണ്ടു. കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചവർ ഇത്തവണ പ്രതിപക്ഷത്താണ്. അവർ പറഞ്ഞ വാക്കുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ആള് മാറിയെന്നല്ലാതെ ഈ രണ്ട് മുന്നണികളുടെയും നയപരമായ കാര്യങ്ങളിൽ, സാമ്പത്തികപരമായ കാര്യങ്ങളിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കസേരയിൽ ആള് മാറി, ഇത്രമാത്രം. കഴിഞ്ഞ അരനൂറ്റാണ്ട് ഈ രണ്ട് മുന്നണികളുമാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ഈ രണ്ട് മുന്നണികളുടെയും ധൂർത്തും കെടുകാര്യസ്ഥതയും മൂലം ഈ സംസ്ഥാനം ദിശാബോധം ഇല്ലാത്തൊരു സംസ്ഥാനമായി മാറി. ഒന്നിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ല. ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഈ സംസ്ഥാനം. മുഖ്യമന്ത്രി അവതരിപ്പിച്ച ധവളപത്രത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പൊതുകടം എത്ര, കിഫ്ബി വരുത്തിയിട്ടുള്ള കടത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കാര്യവും വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ മറുപടിയിൽ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി കിഫ്ബിയെ കുറിച്ച് ഒരുപാട് വാചാലമായി സംസാരിച്ചു. അദ്ദേഹം കേരളത്തിന്റെ നിയമസഭയിലെ കിഫ്ബിയെ സംബന്ധിച്ച് ആദ്യത്തെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഭരണഘടനാ സ്ഥാപനത്തിന് വെളിയിലുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാപനം കേരളത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എത്രമാത്രം നിയമപരമായ പരിരക്ഷ ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ സെക്ഷനിൽ അദ്ദേഹം ചോദിച്ചത്. ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ കിഫ്ബിയെ സംബന്ധിച്ച് വളരെ ഒരു വ്യക്തമായ ഒരു മറുപടിയും, കിഫ്ബിയെ സംബന്ധിച്ച് എന്ത് നിലപാട് ഈ ഗവൺമെന്റ് എടുക്കും, കിഫ്ബിയുടെ കടത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി കൊടുത്തു തീർക്കേണ്ട കണക്കും അദ്ദേഹം ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നിയമപരമായി നിലനിൽക്കാത്ത ഒരു സംവിധാനമാണ് കിഫ്ബി എന്ന് പറഞ്ഞ അന്ന് പ്രതിപക്ഷ നേതാവായി പറയുകയും പിന്നീട് ഈ നിയമസഭയുടെ ആദ്യ സെക്ഷനിലും കിഫ്ബിയുടെ പ്രവർത്തനത്തെ കുറിച്ച് വളരെ വാചാലമായി പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി കിഫ്ബിയെ സംബന്ധിച്ച് നിയമപരമായി നിലനിൽക്കില്ല എന്ന് അദ്ദേഹം തന്നെ കേരള നിയമസഭയിൽ പറഞ്ഞ കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് എന്ത് അന്വേഷണമാണ് അദ്ദേഹം നടത്തുന്നതെന്ന് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട്. റവന്യൂ കമ്മിയും ധനക്കമ്മിയും ഓരോ വർഷവും കുതിച്ചുയരുന്നു എന്നാണ് ആ ധവളപത്രത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ രണ്ട് മുന്നണിയുമാണ് ഈ സംസ്ഥാനം നാളിതുവരെ ഭരിച്ചത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുതിച്ചേരാൻ ഈ രണ്ട് മുന്നണികൾക്കും കൂട്ടുത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മുഖ്യമന്ത്രി കസേരയിൽ ആള് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് മുന്നണിയും ഒരേ നയമാണ് തുടരുന്നത്. ഈ നയമാണ് ഈ സാമ്പത്തിക മാനേജ്മെന്റ് ആണ് ഈ സംസ്ഥാനത്തെ ഇത്രയും ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് എന്ത് പരിഹാര മാർഗമാണ്, ഈ ധനക്കമ്മി പരിഹരിക്കാൻ എന്ത് പരിഹാര മാർഗമാണ് അദ്ദേഹം ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ട്രൈബൽ യൂണിവേഴ്സിറ്റി മുതൽ സ്പേസ് എക്കണോമി വരെയുള്ള വിവിധ പദ്ധതികൾ ധനമന്ത്രി വിഭാവനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് വയോജന ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്. അദ്ദേഹം ഇന്നും പറഞ്ഞു, ഭാരതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം വയോജന വകുപ്പ് രൂപീകരിക്കുന്നത്.
അവിടെ അതിന് മാറ്റിവെച്ച തുക എത്രയാണ്? 10 കോടി രൂപ. വയോജന വകുപ്പിന് കേവലം 10 കോടി രൂപ. അതേസമയം ഗ്ലോബൽ ഫർണിച്ചർ മാർട്ടിനും മാറ്റിവെച്ചത് 10 കോടി രൂപ. അപ്പോഴ് വയോജനങ്ങളെയും ഈ ഗ്ലോബൽ ഫർണിച്ചർ മാർട്ടിനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം അവകാശപ്പെടുന്ന ഭാരതത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ വകുപ്പ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന ആ വകുപ്പിന് അദ്ദേഹം അനുവദിച്ചിട്ടുള്ള തുക കേവലം 10 കോടി രൂപ മാത്രമാണ്. അത് എത്ര ലാഘവത്തോടെയാണ് തന്നെ സ്വപ്ന പദ്ധതിയായ വയോജന വകുപ്പിന് അദ്ദേഹം കണ്ടുതന്നതെന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒരുപാട് സ്വപ്ന പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. ഈ സ്വപ്ന പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിരുന്നെങ്കിൽ, നാളിതുവരെ ഈ ഭരിച്ചവർ നടപ്പിലാക്കിയിരുന്നെങ്കിൽ കേരളം ഒരു സ്വർഗരാജ്യമായിരുന്നു. ഇവിടെ ഈ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ ഒരു തുകയും ഈ പറയുന്ന ബഡ്ജറ്റിൽ അദ്ദേഹം കണ്ടെത്തിയിട്ടില്ല. 2011 സെൻസസ് അനുസരിച്ച് വയോജന സംഖ്യ കേരളത്തിലെ 10.5%. 2021 16%. ഏറ്റവും പുതിയ കണക്കനുസരിച്ചിട്ട് 20%. ഇന്ന് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇത് പറയുന്നുണ്ട്. വയോജനങ്ങളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്, അവരുടെ ക്ഷേമം അനിവാര്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ബഡ്ജറ്റിൽ വകയിരുത്തിയ തുകയെ കുറിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഏറ്റവും കൊട്ടിഘോഷിക്കപ്പെട്ടു ഹെൽത്ത് ഇൻഷുറൻസ്. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിലുള്ള ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന പദ്ധതി 25 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുന്നു. വകയിരുത്തിയത് 10 കോടി രൂപ. കേരളത്തിലെ 90 ലക്ഷം കുടുംബങ്ങളുണ്ട്. ഈ വകയിരുത്തിയ തുകയുടെ ആനുപാതികം ഒന്ന് പരിശോധിച്ചാൽ 11 പൈസയാണ്, 11 രൂപയാണ് ഒരു കുടുംബത്തിന്. 11 രൂപയാണ് ഒരു കുടുംബത്തിന്. അതേ 2 പദ്ധതികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. വയോജനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എത്ര മാറ്റിവെച്ചു എന്ന് കണ്ടു. 11 രൂപ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിക്ക് കൊടുക്കും. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതികളാണ്. ഒപ്പം നികുതി കുടിശ്ശിക ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സംസ്ഥാനം പിരിച്ചെടുക്കേണ്ട നികുതി തുക എന്ന് പറയുന്നത് 25 കോടി രൂപയാണ്. ആരിൽ നിന്ന് 25,000 കോടി, 25,000 കോടി രൂപ. 25,000 കോടി രൂപ. അങ്ങനെയാണെങ്കിൽ ഈ 25,000 കോടി രൂപ ആരിൽ നിന്നാണ് നികുതി ഈടാക്കുക? ഏതെങ്കിലും പാവപ്പെട്ട സാധാരണക്കാർ കൊടുക്കേണ്ട നികുതി പണമാണോ, അതോ ഈ സംസ്ഥാനത്തെ മറ്റേതെങ്കിലും ഇടങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട നികുതി കുടിശ്ശികയാണോ പിരിച്ചെടുക്കേണ്ടത്? വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോൾ പോലും 25,000 കോടി രൂപയുടെ കുടിശ്ശിക മുൻ ഗവൺമെന്റ് കാലത്തുണ്ടായി. ഇപ്പോഴത്തെ ബഡ്ജറ്റിലും അത് പിരിച്ചെടുക്കാൻ എന്ത് കാര്യമാണ് ചെയ്യുന്നതെന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണയും ഇല്ല. കേന്ദ്ര പദ്ധതികള് പേര് മാറ്റി പറയുന്നതിനപ്പുറം എന്ത് പദ്ധതിയാണ്? അപ്പൊ അദ്ദേഹം ആദ്യത്തെ ബഡ്ജറ്റ് പ്രസംഗത്തില് മിഷൻ സമുദ്രയെ കുറിച്ചാണ് പറയുന്നത്. മിഷൻ സമുദ്ര അദ്ദേഹം പറയുമ്പോൾ വിഴിഞ്ഞം തുറമുഖം അടക്കം ഇവിടെ മോദിജിയുടെ സർക്കാർ കൊണ്ടുവന്നപ്പോൾ ഉയർത്തിയ വലിയ സമരങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഈ 2 മുന്നണികളും ആ പദ്ധതി, ആ സാഗർമാല പദ്ധതിയാണ് ഇപ്പോൾ അദ്ദേഹം മിഷൻ സമുദ്ര എന്ന പേരില് നടപ്പിലാക്കുന്നത്. ഓരോ പദ്ധതികളെയും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഭാരതത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ, അത് ഹൈവേ ആകട്ടെ, തുറമുഖങ്ങളാകട്ടെ, എയർപോർട്ടുകളാകട്ടെ, റെയിൽവേ സ്റ്റേഷനുകളാകട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പ്രോജക്റ്റുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതിന് മറ്റൊരു പേര് നൽകി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, അവരെ പരിഹസിക്കുന്ന സ്വപ്ന പദ്ധതികളാണ് ഈ ഗവൺമെന്റ് ഇന്നത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ജനപക്ഷ ബഡ്ജറ്റ് അല്ല. ഒരു സാമ്പത്തിക രംഗത്തും ഒരു മാറ്റവും വരുത്താൻ അനിവാര്യമായ ഒരു പദ്ധതിയും ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങൾ ബഹുമാന്യായ ശ്രീ മുരളിയേട്ടൻ നിങ്ങളോട്